2025 ബെസ്റ്റ് കളക്ഷൻ ടോപ്പ് ഫൈവ് നമുക്ക് ബെസ്റ്റ് കളക്ഷൻ ഒന്ന് എടുത്ത് നോക്കാം. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസങ്ങൾ ചിലപ്പം ലാസ്റ്റ് സിനിമകളിലൊക്കെ ഉണ്ടായേക്കാം. എന്തായാലും 5ാം സ്ഥാനത്ത് കളങ്കാവലാണ്. ഇതിന് വ്യത്യാസം വരാൻ കാരണം ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് വലിയ വ്യത്യാസം 4ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന DS ഇറയായിട്ടില്ല. പിന്നെ കളങ്കാവൽ മമ്മൂട്ടി വിനായകൻ തകർത്താടി ചിത്രം ഒരു സിനിമാറ്റിക് എന്ന് പറയാം, ഒരു സിനിമയിലെ പൊതു സ്വഭാവങ്ങളായിട്ടുള്ള എന്റർടൈൻമെന്റ് വാല്യൂസ് ഒന്നും ഇല്ലാത്തൊരു സിനിമ ഗംഭീര വിജയമാണ് നേടിയത്. 80 കോടി പ്ലസ് ഇപ്പം തന്നെ ഉണ്ട്. 4ാം സ്ഥാനത്ത് DS ഇറയാണ്. പ്രണവ് മോഹൻലാൽ നായകനായ രാഹുൽ സദാശിവൻ ബ്രഹ്മയുഗത്തിന് ശേഷം സംവിധാനം ചെയ്ത ചിത്രം 83 കോടി ചിത്രം നേടി. അതുകൊണ്ട് ഇതിന്റെ ഒരു വിജയം 4-5 സ്ഥാനം നമുക്ക് ഇപ്പം പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. എന്നാലും ഇപ്പം 5ാം സ്ഥാനത്ത് കളങ്കാവലും 4ാം സ്ഥാനത്ത് DS ഇറയാണ്. 3ാം സ്ഥാനം തുടരും. മോഹൻലാൽ അഴിഞ്ഞാടിയ വർഷമാണ് 2025. പ്രകാശ് വർമ്മയും മോഹൻലാലോട് ഒന്നിച്ചപ്പം വില്ലനും നായകനുമായിട്ട് തകർത്താടിയ പടം 245 കോടിക്കടുത്ത് കളക്ഷൻ നേടി. ഗംഭീര വിജയമായി 3ാം സ്ഥാനം. 2ാം സ്ഥാനം എമ്പുരാനാണ്. ഇത് പറയുമ്പം എമ്പുരാൻ 265 കോടി നേടിയെങ്കിൽ പോലും ഈ പടത്തിന് വളരെ നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് വന്നത്. പ്രീ സെയിൽ ബുക്കിങ്ങിലൂടെയാണ് ഏറ്റവും വലിയ വിവാദങ്ങളിലൂടെയാണ് ഈ പടം കളക്ഷൻ നേടിയത് ഒഴിച്ചാൽ ഈ പടം 265 കോടി കളക്ഷൻ നേടി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ട്രാക്കേഴ്സിന്റെ പല റിപ്പോർട്ടുകളും പക്ഷേ ഇതിനെ അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ 265 കോടി മാർക്കിൽ എമ്പുരാൻ വന്നിട്ടുണ്ട്. 30 കോടിയിൽ നിന്നും 300 കോടിയിലേക്ക് പറന്ന ലോകയാണ് നമ്പർ 1. ഒരു നായിക പ്രാധാന്യമുള്ള സിനിമ മലയാളത്തിൽ ആദ്യമായിട്ടാണ് 300 കോടിയിൽ എത്തുന്നത്. അതും അരുൺ ഡൊമിനിക് എന്ന് പറയുന്ന ആദ്യത്തെ പടം തരംഗം ഫ്ലോപ്പായിട്ട് 2ാമത്തെ പടം 300 കോടിയിൽ എത്തിച്ച ആദ്യത്തെ മലയാളത്തിൽ 300 കോടിയിൽ എത്തിച്ച അരുൺ ഡൊമിനിക്. എന്തായാലും വേഫെയർ ഫിലിംസിന്റെ പാനലിൽ ദുൽഖർ നിർമ്മിച്ച ചിത്രം. ടോപ്പ് 1 ലോകയാണ്, ടോപ്പ് 2 എമ്പുരാൻ, ടോപ്പ് 3 തുടരും, ടോപ്പ് 4 ഇപ്പോഴത്തെ രീതിയിൽ DS ഇറ, ടോപ്പ് 5 കളങ്കാവൽ.